എനിക്ക് ഗോകുലിനോട് സംസാരിക്കാനുണ്ട്. അതിനെന്താ? എന്താ തനിക്ക് പറയാനുള്ളേ? ഗോകുൽ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോ അതിന് പറ്റിയ സമയമാണോ സ്ഥലമാണോ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് പറയാമോ, അതൊന്നും എനിക്കറിയില്ല. ഗോകുൽ സാറിനും മകൾക്കും വേണ്ടി അർച്ചന ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഗൗരിമോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടി സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നു. ഇനി എന്താ പ്രശ്നം? അർച്ചനെ, കഴിഞ്ഞ 10 വർഷം അർച്ചന ജീവിച്ച മായ ലോകത്ത് നിന്ന് അർച്ചനയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും താൻ മടങ്ങി വന്നേ പറ്റൂ. നാളെ അർച്ചന മരിച്ചുപോയാ ഗോകുൽ സാറും ഗൗരിമോളും ജീവിക്കില്ലേ? അതോ അവർ അർച്ചനയുടെ ചിതയിൽ ചാടി മരിക്കൂ? ആ ഡോക്ടർ പറഞ്ഞത് എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല ആരതി. ഒരു കാര്യം അർച്ചന മറക്കരുത്, സച്ചി ഇതുവരെയും ഒരു രീതിയിലും അർച്ചനയെ സംശയിച്ചിട്ടില്ല. പക്ഷേ നാളെ അങ്ങനെ വന്നൂടാന്നൊന്നുമില്ല. അങ്ങനൊരു സംശയത്തിന്റെ തീപ്പൊരു സച്ചിയുടെ മനസ്സിൽ വീണാ പിന്നെ അർച്ചനയ്ക്ക് ഒരിക്കലും സച്ചിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ജീവിച്ച സ്ത്രീയായിട്ടായിരിക്കും പിന്നെ സച്ചിയുടെ മനസ്സിൽ അർച്ചന ഉണ്ടാവുക. കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് ഒരല്പമെങ്കിലും മഹത്വം അർച്ചന കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകരുത്. സ്വന്തം കുടുംബത്തിലേക്ക്, സച്ചിയുടെ അരികിലേക്ക് താൻ മടങ്ങി ചെല്ലണം. ചെന്നേ പറ്റൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല, കേൾക്കാനും. ആരതി, ഇനിയൊരു നിമിഷം പോലും വൈകിയാൽ ശരിയാവില്ല. ജന്മം തന്ന അമ്മയും എനിക്ക് വേണ്ടി മാത്രം മനസ്സൊരുക്കി ജീവിക്കുന്ന സച്ചേട്ടനെ വേദനിപ്പിച്ചിട്ട് ഞാൻ ആരെയാ സംരക്ഷിക്കേണ്ടത്? ഗോകുലും കുടുംബവും എനിക്ക് വേണ്ടി ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ പറ്റുകയുമില്ല. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ഇല്ലെങ്കിൽ എൻ്റെ സച്ചേട്ടനോടും അമ്മയോടും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി പോവത്. ഇന്ന് എൻ്റെ അമ്മയുടെ നെറ്റിയിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി ചോരയും, ഓരോ മണി മുഴങ്ങുമ്പോഴും അമ്മ അനുഭവിച്ച ആ വേദനയും എല്ലാം വെറുതെയായി പോവും. എല്ലാത്തിനും ഇന്ന് തന്നെ ഒരു അവസാനം ഉണ്ടാക്കണം. ഗോകുലിനോടും കുടുംബത്തോടും ഒപ്പമുള്ള എൻ്റെ ജീവിതം ഇന്നത്തോടെ അവസാനിപ്പിക്കണം. താൻ എത്തിയോ? ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്താടോ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഗോകുലിനോട് സംസാരിക്കാനുണ്ട്. അതിനെന്താ? എന്താ തനിക്ക് പറയാനുള്ളേ? ഗോകുൽ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോ അതിന് പറ്റിയ സമയമാണോ സ്ഥലമാണോ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് പറയാമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനിയും ഒരു നിമിഷം പോലും അത് പറയാൻ വൈകാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറയാ. അല്ല, താനെന്താ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടോ, വീട്ടിൽ ചെന്നിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് പോന്നാ പോരായിരുന്നോ? കഴിഞ്ഞ 2-3 ദിവസം ഒരുപോലെ കണ്ണടച്ചിട്ടില്ലല്ലോ താൻ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല ഗോകുൽ, നല്ല ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നതെന്നുള്ള നല്ല ഉറച്ച ബോധ്യം എനിക്കുണ്ട്. വളരെ ആലോചിച്ച ഞാൻ ഈ തീരുമാനം എടുത്തത്. നിങ്ങളുടെ രണ്ടുപേരും ഡോക്ടർ മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് ചെന്നോളൂ.
ലേറ്റായ ഡോക്ടർ റൗണ്ട്സിന് പോകും. ഓ ശരി. ആ കുറച്ചു മുമ്പ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് ഡോക്ടർ വലിയ മതിപ്പോടെ സംസാരിച്ചത്. ഉണ്ണാതെയും ഉറങ്ങാതെയും രാപ്പകൽ മോളുടെ അരികിലിരുന്ന് തൻ്റെ കരുതൽ കൊണ്ടാ ഗൗരിമോൾ രക്ഷപ്പെട്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. താൻ വന്ന ഉടനെ നമ്മൾ രണ്ടുപേരോടുകൂടി ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേ. എന്താന്ന് പറഞ്ഞില്ലേ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ചിലപ്പോ മുൻപോട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യമായിരിക്കും. ഡോക്ടറെ നമുക്ക് കാണാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന്. എടോ, അതൊക്കെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ടാവാമല്ലോ. താമസിച്ച ഡോക്ടർ റൗണ്ട്സിന് പോകുന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? താൻ വാ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. അല്ല എടോ, താൻ വാ. ഡോക്ടർ, മേ ഐ കം ഇൻ? വരൂ, ഇരിക്കൂ, ഇരിക്കേ. ഡോക്ടർ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ഒരു ഗുഡ് ന്യൂസ്, ഒരു ബാഡ് ന്യൂസ്, രണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഏതാദ്യം പറയണം? ഡോക്ടർ, എൻ്റെ മോളെക്കുറിച്ച് ഒരു ബാഡ് ന്യൂസും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പൂർണ്ണമായും അസുഖം മാറി സന്തോഷത്തോടെ അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും കാത്തിരിക്കുക ഞങ്ങള്. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കെല്ലാം. എങ്കിൽ ഗുഡ് ന്യൂസ് ആദ്യം പറയാം. ഗൗരിമോളുടെ ബോഡി പൂർണ്ണമായും മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ട്. സാധാരണ നിലയിലേക്ക് അവൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവളെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. ഡോക്ടറോട് ഇങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ജീവിതമാ ഡോക്ടർ ഇപ്പോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലും ദുഃഖത്തിലും വരുന്ന ഓരോ ആളുകളും പുഞ്ചിരിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങളും ഒരുപാട് സന്തോഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗൗരിമോളുടെ കാര്യത്തിൽ. അവളുടെ പുഞ്ചിരി ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം. ഗൗരിമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷത്തിൽ നിങ്ങൾ രണ്ടുപേരും മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഗൗരിമോളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ അവൾക്ക് ഷോക്ക് ഏൽക്കുന്നതോ ആയ ഒരു കാര്യവും അവൾ അറിയാനോ അവളോട് പറയാനോ പാടില്ല.